ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ LDC എക്സാമിന് എത്തിക്കഴിഞ്ഞോ? ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. ഇനി നമ്മുടെ മുന്നിൽ 100 ദിവസങ്ങളുണ്ട്. സ്മാർട്ട് വേയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് LDCയുടെ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കൾക്ക് ഒരു ടെൻഷനും വേണ്ട. അങ്ങനെ ഈസി ആയിട്ട് LDC ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ് ഇന്നു മുതൽ. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ഈ ക്ലാസ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കേണ്ടത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ LDC ക്രാക്ക് ചെയ്യാം. സുഹൃത്തുക്കൾക്ക് ഒരു ടെൻഷനും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കുവാൻ കഴിയും. 200-ൽ കൂടുതൽ 10ാം തരത്തിലുള്ള പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്ത് അവയിൽ നിന്നും സ്ഥിരം PSC LDC പോലുള്ള 10ാം തരത്തിലെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണെന്ന് കണ്ടെത്തി അവയാണ് നമ്മൾ ആദ്യമായി പഠിച്ചു തീർക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളിവിടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കേണ്ടത് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാം. ഇനി സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് LD എക്സാമിൽ ഉറപ്പിക്കാം. സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പറ്റിയിട്ടാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പറ്റിയിട്ടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984 ആണ്. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം എത്രയാണ്? 1984 PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ജില്ല ഏതാണ്? പാലക്കാടാണ്. ഈ പ്രദേശം ഏതാണ്? മണ്ണാർക്കാട്. അല്ലെങ്കിൽ താലൂക്ക് ഏതാണ്? മണ്ണാർക്കാടാണ്. ഇത് രണ്ടും പഠിച്ചോളണേ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ഇടുക്കി ജില്ല ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ദേശീയ ഉദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമാണ്. അതിനർത്ഥം സൈലന്റ് വാലി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദേശീയ ഉദ്യാനവും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓർക്കുക, സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് 89.52 ചതുരശ്ര കിലോമീറ്റർ ആണ്. പഠിച്ചോളനെ, PSC ചോദിച്ചിട്ടുണ്ടേ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് 89.52 ചതുരശ്ര കിലോമീറ്റർ ആണ്. പഠിക്കുക. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം 1985 സെപ്റ്റംബർ മാസം 7 ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആയിരുന്നു. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ വ്യത്യാസം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ 1984 ഇന്ദിരാഗാന്ധി അസാസിനേഷൻ നടക്കുന്നു. അതോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി എത്തുന്നു. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്തത്. അതാരാണ്? നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആയിരുന്നു. ഇവിടെ പഠിക്കാനുള്ളത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കുക. 1985 സെപ്റ്റംബർ മാസം 7 സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി. വീണ്ടും PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം, സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏത് എന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. കാരണം സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ കോർ ഏരിയ 89.52 ചതുരശ്ര കിലോമീറ്റർ ആണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പ്രഖ്യാപിച്ചത് 1984 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്തത്. അത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആയിരുന്നു. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് എന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. പഠിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ
മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. നിത്യഹരിത വനങ്ങൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. നിത്യഹരിത വനങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയോദ്യാനം ചോദിച്ചാലും സൈലന്റ് വാലിയാണ്. പണ്ടുകാലത്ത് സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. പണ്ടുകാലത്ത് സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വന്യമൃഗം ചോദിച്ചാൽ അത് സിംഹവാലൻ കുരങ്ങുകളാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്യമൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഹവാലൻ കുരങ്ങുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യം സൈലന്റ് വാലിയിൽ കൂടുതലായി കാണാൻ കാരണം ചോദിച്ചാല് വെടിപ്ലാവുകൾ സൈലന്റ് വാലിയിൽ യഥേഷ്ടം ഉള്ളത് കൊണ്ടാണ്. വെടിപ്ലാവുകള് സൈലന്റ് വാലിയിൽ യഥേഷ്ടം ഉള്ളത് കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യം സൈലന്റ് വാലിയിൽ കൂടുതലായി കാണാൻ കാരണം. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഇവയെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പഠിച്ചു തീർക്കാനുള്ളത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ സൈലന്റ് വാലി. നിത്യഹരിത വനങ്ങൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വന്യമൃഗം സിംഹവാലൻ കുരങ്ങുകളാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യം സൈലന്റ് വാലിയിൽ കൂടുതലായി കാണാൻ കാരണം വെടിപ്ലാവുകൾ സൈലന്റ് വാലിയിൽ യഥേഷ്ടം ഉള്ളതിനാലാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാണാസുര സാഗർ ഡാമിനെ പറ്റിയാണ്. ഏത് ഡാമിനെ പറ്റിയ സുഹൃത്തുക്കളെ? ബാണാസുര സാഗർ ഡാമിനെ പറ്റിയിട്ടാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചോളണേ, വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷക നദിയായ കാരമൻ തോട് പുഴയ്ക്ക് കുറുകെയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ചിലവരെ കരമനത്തോട് എന്ന് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് പേര് കാരമൻ തോട് എന്നാണ് കേട്ടോ. കബനി നദിയുടെ പോഷക നദിയായിട്ടുള്ള കാരമൻ തോട് പുഴയ്ക്ക് കുറുകെയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1979 ബാണാസുര സാഗർ ഡാമിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. 1979 ബാണാസുര സാഗർ ഡാമിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1 കിലോമീറ്ററോളം നീളത്തിലുള്ള ഈ അണക്കെട്ട് മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കക്കയം ഡാമിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി പണിത ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. പഠിച്ചോളണേ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് കക്കയം ഡാമിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി പണിത ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ല. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷക നദിയായ കാരമൻ തോട് പുഴയ്ക്ക് കുറുകെയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചു. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കക്കയം ഡാമിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി പണിത ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഒന്നുകൂടി പറയാം, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് കക്കയം ഡാമിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി പണിത ഡാമാണ് ബാണാസുര സാഗർ ഡാം എന്നുള്ളത് പഠിക്കുക. വരണ്ട കാലാവസ്ഥയുള്ള കബനി നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ജലസേചനവും കുടിവെള്ള വിതരണവും സാധ്യമാക്കുന്നതിനും ബാണാസുര സാഗർ ഡാം ഉപയോഗപ്പെടുത്തുന്നു. വീണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ് വന്നിരിക്കുകയാണ്. വരണ്ട കാലാവസ്ഥയുള്ള കബനി നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളില് ജലസേചനവും കുടിവെള്ള വിതരണവും സാധ്യമാക്കുന്നതിനും ബാണാസുര സാഗർ ഡാം ഉപയോഗിക്കുന്നു. കുറ്റിയാടി ഓഗ്മെന്റേഷൻ മെയിൻ എർത്തേൺ ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാണാസുര സാഗർ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളുക. കുറ്റിയാടി ഓഗ്മെന്റേഷൻ മെയിൻ എർത്തേൺ ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറ്റിയാടി ഓഗ്മെന്റേഷൻ മെയിൻ എർത്തേൺ ഡാം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം അല്ലെങ്കിൽ ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മണ്ണണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മണ്ണണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത്
ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിന് മുകളിലുള്ള സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കപ്പെട്ടത് ബാണാസുര സാഗർ ഡാമിന് മുകളിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിന് മുകളിലുള്ള സൗരോർജ്ജ പാനലുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ബാണാസുര സാഗർ ഡാമിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വരണ്ട കാലാവസ്ഥയുള്ള കബനി നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ജലസേചനവും കുടിവെള്ള വിതരണവും സാധ്യമാക്കുന്നതിന് ബാണാസുര സാഗർ ഡാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റിയാടി ഓഗ്മെന്റേഷൻ മെയിൻ എർത്തേൺ ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഒന്നുകൂടി പറയാം, മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ ബാണാസുര സാഗർ അണക്കെട്ടാണ്. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ നീളം എത്രയാ സുഹൃത്തുക്കളെ? 1 കിലോമീറ്റർ ആണ്. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിന് മുകളിലുള്ള സൗരോർജ പാനലുകൾ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ അണക്കെട്ടിന് മുകളിലാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ പാലക്കാടിന്റെ ഇൻഡസ്ട്രിയൽ ടൗൺ എന്നറിയപ്പെടുന്ന കഞ്ചിക്കോടിനെ പറ്റി. സുഹൃത്തുക്കൾ പഠിക്കേണ്ടതാണ് കഞ്ചിക്കോടിനെ പറ്റി. ഈ ഇടയ്ക്ക് ഒത്തിരി ചോദ്യങ്ങൾ കഞ്ചിക്കോടുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു, അതുകൊണ്ട് നോക്കാം. കഞ്ചിക്കോട് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം എന്ന് ചോദിച്ചാൽ അത് കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കഞ്ചിക്കോടാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാവസായിക മേഖലയാണ് കഞ്ചിക്കോട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാവസായിക മേഖലയാണ് കഞ്ചിക്കോട്, അല്ലെങ്കിൽ നമുക്ക് പറയാം പാലക്കാട് ജില്ലയുടെ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് കഞ്ചിക്കോടാണ്. പാലക്കാട് ജില്ലയുടെ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് കഞ്ചിക്കോടാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കാറ്റാടിപ്പാടങ്ങളിൽ ഒന്നാണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കാറ്റാടിപ്പാടങ്ങളിൽ ഒന്നാണ് ആര്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. 1995 കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടമായി കഞ്ചിക്കോട് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. പഠിച്ചോളണേ, 1995 കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടമായി കഞ്ചിക്കോട് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. കഞ്ചിക്കോട് കാറ്റാടിപ്പാടം KSEBയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഏക കാറ്റാടിപ്പാടമാണ്. അതും പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. കഞ്ചിക്കോട് കാറ്റാടിപ്പാടം എന്ന് പറയുന്നത് KSEBയുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഏക കാറ്റാടിപ്പാടമാണ്. അനർട്ട് വിൻഡ് ഫാമിനുള്ള സാങ്കേതിക പരിശോധനകളും തുടർന്നുള്ള അനുമതിയും നൽകുന്നു. അപ്പോ കേരളത്തിലെ വിൻഡ് ഫാമിനുള്ള സാങ്കേതിക പരിശോധനകളും തുടർന്നുള്ള അനുമതിയും നൽകുന്ന സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് അനർട്ട് ആണ്. ആരാണ്? അനർട്ട് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം എന്നറിയപ്പെടുന്നത് കഞ്ചിക്കോടാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാവസായിക മേഖലയാണ് കഞ്ചിക്കോട്, അല്ലെങ്കിൽ നമുക്ക് പറയാം പാലക്കാട് ജില്ലയുടെ വ്യാവസായിക മേഖല എന്ന് ചോദിച്ചാൽ അത് കഞ്ചിക്കോടാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കാറ്റാടിപ്പാടങ്ങളിൽ ഒന്നാണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. 1995 കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടമായ കഞ്ചിക്കോട് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. കഞ്ചിക്കോട് കാറ്റാടിപ്പാടം KSEBയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഏക കാറ്റാടിപ്പാടമാണ്. അനർട്ട് വിൻഡ് ഫാമിനുള്ള സാങ്കേതിക പരിശോധനകളും തുടർന്നുള്ള അനുമതിയും നൽകുന്നു. അനർട്ടാണ് വിൻഡ് ഫാമിനുള്ള സാങ്കേതിക പരിശോധനകളും തുടർന്നുള്ള അനുമതിയും നൽകുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഷൊർണൂർ ജംഗ്ഷനെ പറ്റിയിട്ട്. എന്താണ് ഷൊർണൂർ ജംഗ്ഷൻ അല്ലെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കാം ഷൊർണൂർ ജംഗ്ഷൻ അല്ലെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്. ഷൊർണൂർ ജംഗ്ഷൻ ദക്ഷിണ റെയിൽവേ സോണിലെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ NSG 3 വിഭാഗത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഷൊർണൂർ ജംഗ്ഷൻ ദക്ഷിണ റെയിൽവേ സോണിലെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ NSG 3 വിഭാഗത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ കോഡ് SSR എന്നാണ്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ അത് SSR എന്നാണ്.
കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തില് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്. ചെന്നൈയിൽ നിന്നും ജോളാർപേട്ട, ഈറോഡ്, പാലക്കാട് വഴിയുള്ള റെയിൽവേ ലൈൻ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന തീരദേശ പാതയുമായി അല്ലെങ്കിൽ തീരദേശ റെയിൽവേ പാതയുമായി സന്ധിക്കുന്ന സ്ഥലമായതിനാലാണ് ഈ ജംഗ്ഷന് ഇത്രയും പ്രാധാന്യം ലഭിച്ചത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ചെന്നൈയിൽ നിന്നും ജോളാർപേട്ട, ഈറോഡ്, പാലക്കാട് വഴിയുള്ള റെയിൽവേ ലൈനും മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള തീരദേശ റെയിൽവേ പാതയും തമ്മിൽ സന്ധിക്കുന്ന സ്ഥലമായതിനാലാണ് ഈ ജംഗ്ഷന് പ്രാധാന്യം കൂടുതലായത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂർ ജംഗ്ഷൻ ദക്ഷിണ റെയിൽവേ സോണിലെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ NSG3 വിഭാഗത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ കോഡ് ചോദിച്ചാൽ അത് SSR എന്നാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. ചെന്നൈയിൽ നിന്നും ജോളാർപേട്ട, ഈറോഡ്, പാലക്കാട് വഴിയുള്ള റെയിൽവേ ലൈനും മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള തീരദേശ റെയിൽവേ പാതയും തമ്മിൽ ബന്ധിക്കുന്ന സ്ഥലമായതിനാലാണ് ഈ ജംഗ്ഷന് പ്രാധാന്യം വർദ്ധിക്കുന്നത്. പഠിക്കുക. 4 പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകളുടെ ജംഗ്ഷനിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 4 പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകളുടെ ജംഗ്ഷനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വടക്ക് നിന്നും നിലമ്പൂർ ലൈൻ വരുന്നു. വടക്ക് നിന്നും നിലമ്പൂർ റെയിൽവേ ലൈൻ വരുന്നു അല്ലെങ്കിൽ റെയിൽ ലൈൻ വരുന്നു. കിഴക്ക് നിന്നും പാലക്കാട് ലൈനും തെക്ക് നിന്ന് കന്യാകുമാരി ലൈനും വടക്കു പടിഞ്ഞാറ് നിന്ന് മംഗലാപുരം ലൈനും. ഇങ്ങനെ 4 ലൈനുകൾ തമ്മിൽ വന്ന് കൂടിച്ചേരുന്ന ഒരു പോയിന്റിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക. അപ്പോൾ 4 പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകളുടെ ജംഗ്ഷനിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. വടക്ക് നിന്നും നിലമ്പൂർ ലൈൻ, കിഴക്ക് നിന്നും പാലക്കാട് ലൈൻ, തെക്ക് നിന്നും കന്യാകുമാരി ലൈൻ, വടക്ക് പടിഞ്ഞാറ് നിന്നും മംഗലാപുരം ലൈൻ എന്നിങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മലബാർ മേഖലയിലേക്കുള്ള പ്രവേശന കേന്ദ്രമായതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ മലബാറിലേക്കുള്ള കവാടം എന്നും അറിയപ്പെടുന്നു. പഠിച്ചോളനെ. സംസ്ഥാനത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മലബാർ മേഖലയിലേക്കുള്ള പ്രവേശന കേന്ദ്രമായതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ മലബാറിലേക്കുള്ള കവാടം എന്നും അറിയപ്പെടുന്നു. തിരൂർ മുതൽ ബേപ്പൂർ വരെയുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ പാത ഷൊർണൂർ റെയിൽവേ ഡിവിഷന്റെ ഭാഗമാണ്. പഠിച്ചോളനെ. തിരൂർ മുതൽ ബേപ്പൂർ വരെയുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ പാത അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് നമുക്ക് പറയാം. അത് ഇപ്പോൾ എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഷൊർണൂർ റെയിൽവേ ഡിവിഷന്റെ ഭാഗമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, 4 പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകളുടെ ജംഗ്ഷനിലാണ് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. വടക്ക് നിന്ന് നിലമ്പൂർ ലൈൻ എത്തുന്നു, കിഴക്ക് നിന്നും പാലക്കാട് ലൈൻ എത്തുന്നു, തെക്ക് നിന്നും കന്യാകുമാരി ലൈൻ എത്തുന്നു, വടക്കു പടിഞ്ഞാറ് നിന്നും മംഗലാപുരം ലൈൻ എത്തുന്നു. സംസ്ഥാനത്തിന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് മലബാർ മേഖലയിലേക്കുള്ള പ്രവേശന കേന്ദ്രമായതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മലബാറിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. തിരൂർ മുതൽ ബേപ്പൂർ വരെയുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ പാത ഇപ്പോ ഷൊർണൂർ റെയിൽവേ ഡിവിഷന്റെ ഭാഗമാണ്. 1861 മാർച്ച് 12 ഈ പാതയിലൂടെ ആദ്യമായി ട്രെയിൻ ഓടിയത്. 1861 മാർച്ച് മാസം 12 ഈ പാതയിലൂടെ ആദ്യമായി ട്രെയിൻ ഓടിയത്. 1861 തന്നെ തിരൂരിൽ നിന്നും തിരുനാവായ വഴി കുറ്റിപ്പുറം വരെ ഈ ലൈൻ ദീർഘിപ്പിച്ചു. അപ്പൊ 1861 മാർച്ച് മാസം 12 ആദ്യമായിട്ട് ഈ പാതയിലൂടെ ട്രെയിൻ ഓടി. 1861 തിരൂരിൽ നിന്നും തിരുനാവായ വഴി കുറ്റിപ്പുറം വരെ എന്ത് ചെയ്തു? ഈ ലൈൻ ദീർഘിപ്പിക്കുകയും ചെയ്തു. 1862 കുറ്റിപ്പുറം മുതൽ പട്ടാമ്പി വരെയും അതിനുശേഷം പട്ടാമ്പിയിൽ നിന്നും പോടന്നൂർ വരെയും ലൈൻ ദീർഘിപ്പിച്ചു. ഇവിടെയാണ്, പാലക്കാടാണ് കേട്ടോ. 1862 കുറ്റിപ്പുറം മുതൽ പട്ടാമ്പി വരെയും പട്ടാമ്പിയിൽ നിന്നും പോടന്നൂർ വരെയും പിന്നെ എന്ത് ചെയ്തു? ഈ ലൈൻ എന്ത് ചെയ്തു? ദീർഘിപ്പിച്ചു. 1862 ഏപ്രിൽ 14 പട്ടാമ്പി പോടന്നൂർ പാത തുറന്നതോടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമായി എന്ന് പറയാം. 1862
ഏപ്രിൽ മാസം 14 പട്ടാമ്പി പോടന്നൂർ പാത തുറന്നതോടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ത് ചെയ്തു? പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. 1902 ഷൊർണൂർ എറണാകുളം പാത തുറന്നതോടെ റെയിൽവേ സ്റ്റേഷന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു. 1902 ഷൊർണൂർ എറണാകുളം പാത തുറന്നതോടെ റെയിൽവേ സ്റ്റേഷന്റെ പ്രാധാന്യം എന്ത് ചെയ്തു? വർദ്ധിക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, കുറച്ച് ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. 1861 മാർച്ച് മാസം 12 ഈ പാതയിലൂടെ അല്ലെങ്കിൽ ഷൊർണൂർ പാതയിലൂടെ ആദ്യമായിട്ട് ട്രെയിൻ ഓടുന്നത്. 1861 തന്നെ തിരൂരിൽ നിന്നും തിരുനാവായ വഴി കുറ്റിപ്പുറം വരെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു അല്ലെങ്കിൽ ദീർഘിപ്പിക്കുകയും ചെയ്തു. 1862 കുറ്റിപ്പുറം മുതൽ പട്ടാമ്പി വരെയും പട്ടാമ്പിയിൽ നിന്നും പോടന്നൂർ വരെയും പിന്നെയും എന്ത് ചെയ്തു? ഈ ലൈൻ ദീർഘിപ്പിച്ചു. 1862 ഏപ്രിൽ 14 പട്ടാമ്പി പോടന്നൂർ പാത തുറന്നതോടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ത് ചെയ്തു? പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. 1902 ഷൊർണൂരിൽ എറണാകുളം പാത തുറന്നതോടെ 1902 ഷൊർണൂർ എറണാകുളം പാത തുറന്നതോടെ സ്റ്റേഷന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു. പഠിക്കുക. അടുത്തതായി PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. അപ്പൊ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒത്തിരി പോയിന്റ്സ് നമ്മളിവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അതുപോലെ കറണ്ട് അഫേഴ്സുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. 4612 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഇപ്പോഴത്തെ വിസ്തീർണം എത്രയെന്ന് ചോദിച്ചാൽ 4612 ചതുരശ്ര കിലോമീറ്റർ ആണ്. പഠിച്ചോളണേ, PSC ചോദിക്കും. ഇടുക്കി ജില്ലയുടെ ഇപ്പോഴത്തെ വിസ്തീർണം എത്രയാണ്? 4612 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഇപ്പോൾ പാലക്കാട് ജില്ലയാണ്. അപ്പോ 2023 മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെട്ടിരുന്നത് പാലക്കാട് ജില്ലയാണ്. 2023 സർക്കാർ വിജ്ഞാപന പ്രകാരം ഇപ്പോഴാരാണ്? ഇടുക്കി ജില്ലയാണ്. ആ വിജ്ഞാപനത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോ രണ്ടാമത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പൊ ആരാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാടിനെ പിന്തള്ളി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ഇടുക്കി ജില്ല തിരികെ പിടിച്ചു. അതിനർത്ഥം പണ്ടെന്നോ ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്നു എന്നാണ്. അതും നമുക്ക് പഠിക്കാം. പാലക്കാടിനെ പിന്തള്ളി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ഇടുക്കി ജില്ല തിരികെ പിടിച്ചു. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയുടെ ചില ഭാഗങ്ങൾ 2023 ഇടുക്കിയോട് കൂട്ടിച്ചേർത്തതോടെ ജില്ലയുടെ വിസ്തീർണം വർദ്ധിക്കുകയും ഏറ്റവും വലിയ ജില്ലയായി മാറുകയും ചെയ്തു. പഠിച്ചോളനെ, എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയുടെ ചില ഭാഗങ്ങൾ 2023 ഇടുക്കിയുടെ ഭാഗമാക്കി കൂട്ടിച്ചേർത്തതോടെ ജില്ലയുടെ വിസ്തീർണം വർദ്ധിക്കുകയും ഏറ്റവും വലിയ ജില്ലയായിട്ട് ഇടുക്കി മാറുകയും ചെയ്തു. 2023 സെപ്റ്റംബർ 5 സർക്കാർ ഈ വിജ്ഞാപനം പുറത്തിറക്കിയത്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ മാസം 5 അന്നാണ് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ ഇടുക്കിയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. എറണാകുളം കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജിലെ 12,718 ഹെക്ടർ പ്രദേശം ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി വില്ലേജിലേക്കാണ് ചേർത്തത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണേ. എറണാകുളം കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജിലെ 12,700 ഹെക്ടർ ഭൂമി ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി വില്ലേജിലേക്കാണ് കൂട്ടിച്ചേർത്തത്. മറക്കരുത്. അങ്ങനെയാണ് നമ്മുടെ ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറ്റിയത്. ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ വിസ്തീർണം 4,358 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ വിസ്തീർണം എന്ന് പറയുന്നത് 4,358 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ വിസ്തീർണം ചോദിച്ചാൽ 4,612 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് രണ്ടും പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ വിസ്തീർണം എന്ന് പറയുന്നത് 4,358 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. കുട്ടമ്പുഴയുടെ കുറച്ച് ഭാഗം കൂടി ഇടുക്കി ജില്ലയിലേക്ക് ചേർത്തതോടുകൂടി 4,612 ചതുരശ്ര കിലോമീറ്റർ ആയി വിസ്തീർണം വർദ്ധിച്ചു. പാലക്കാടിന്റെ വിസ്തീർണം 4,482 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. പഠിച്ചോളുക, പാലക്കാടിന്റെ വിസ്തീർണം 4,482 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. 1900
1997 വരെ ഇടുക്കി ജില്ലയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഈ 1997 പഠിക്കാതെ പോവരുത്, ഇമ്പോർട്ടന്റ് ആണ്. 1997 വരെ ഇടുക്കി ജില്ലയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 1997 കുട്ടമ്പുഴ വില്ലേജിനെ മുഴുവനായും എറണാകുളത്തോട് ചേർത്തതോടുകൂടി ഇടുക്കി ജില്ലയുടെ വലിപ്പം കുറയുകയും പാലക്കാട് ജില്ല ഒന്നാമതാകുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചേട്ടാ. 1997 കുട്ടമ്പുഴ വില്ലേജിനെ മുഴുവനായും എറണാകുളം ജില്ലയോട് ചേർക്കുകയും ഇടുക്കി ജില്ലയുടെ വലിപ്പം കുറയുകയും പാലക്കാട് ഒന്നാമതാവുകയും ചെയ്തു. പുതിയ മാറ്റത്തോടെ എറണാകുളം വലിപ്പത്തിൽ 5ാം സ്ഥാനത്താണ്. പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ കുട്ടമ്പുഴയുടെ കുറെ പ്രദേശങ്ങൾ എവിടോട്ട് പോയി? നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ട് പോയി. അതോടുകൂടി എറണാകുളം ജില്ലയ്ക്കും എന്ത് ചെയ്തു? വലിപ്പം കുറഞ്ഞു. പുതിയ മാറ്റത്തോടുകൂടി എറണാകുളം ജില്ല 5ാം സ്ഥാനത്താണ്. ഇപ്പോൾ എത്രാം സ്ഥാനത്താണ്? 5ാം സ്ഥാനത്താണ്. അപ്പോൾ വലിപ്പത്തിന്റെ സ്ഥാനത്തിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇടുക്കിയാണ്. 2ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. 3ാം സ്ഥാനത്ത് മലപ്പുറമാണ്. 4ാം സ്ഥാനക്കാരായിരുന്ന എറണാകുളം മാറി അവിടെ തൃശ്ശൂര് കയറി. ഇപ്പോ 5ാം സ്ഥാനത്താണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇടുക്കിയുടെ ആദ്യത്തെ വിസ്തീർണം എന്ന് പറയുന്നത് 4358 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതിൽ നിന്നും ഇപ്പോഴത്തെ ഇടുക്കിയുടെ വിസ്തീർണം എത്രയായി? 4612 ചതുരശ്ര കിലോമീറ്റർ ആയി വിസ്തീർണം വർദ്ധിച്ചു. പാലക്കാടിന്റെ വിസ്തീർണം 4482 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. അതിനെ ഇപ്പോൾ ആര് മറികടന്നിരിക്കുന്നു? നമ്മുടെ ഇടുക്കി മറികടന്നിരിക്കുന്നു. 1997 വരെ ഇടുക്കി ജില്ലയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 1997 കുട്ടമ്പുഴ വില്ലേജിനെ മുഴുവനായും എറണാകുളത്തിനോട് ചേർത്തതോടുകൂടി ഇടുക്കിയുടെ വലിപ്പം കുറയുകയും പാലക്കാട് ഒന്നാമതാവുകയുമാണ് ചെയ്തത്. പുതിയ മാറ്റത്തോടെ എറണാകുളം വലിപ്പത്തിൽ 5ാം സ്ഥാനക്കാരനായി മാറുകയും ചെയ്തു. അപ്പോൾ വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല പാലക്കാട്, 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ മലപ്പുറം, 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇപ്പോൾ തൃശ്ശൂർ ജില്ലയാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ആരാണ്? എറണാകുളം ജില്ലയാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സൂര്യഗ്രഹണം. എന്താണ് സൂര്യഗ്രഹണത്തെ പറ്റി? ഇപ്പോൾ PSC ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിക്കാം സൂര്യഗ്രഹണം. ബെയ്ലീസ് ബീഡ്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബെയ്ലീസ് ബീഡ്സ് എന്നറിയപ്പെടുന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരേ നേർരേഖയിൽ നിശ്ചിത അകലത്തിലായി ചന്ദ്രൻ എത്തുമ്പോഴാണ് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. ഈ പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എർത്തിന്റെയും സണ്ണിന്റെയും ഇടയ്ക്ക് ആര് വരുന്നു? മൂൺ വരുന്നു. അപ്പൊ നമുക്ക് പറയാം EMS ഉണ്ടാകുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. എന്താണ്? EMS ഉണ്ടാകുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ EMS വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എന്ന് പഠിക്കുക. അപ്പോ എർത്തിന്റെയും സണ്ണിന്റെയും ഇടയ്ക്ക് ആര് വരും? മൂണ് വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഇതാണ് ബേസിക്. അപ്പോ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിലെ ഒരേ നേർരേഖയിൽ നിശ്ചിത അകലത്തിലായി ചന്ദ്രൻ എത്തുമ്പോഴാണ് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നത്. ഈ പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്ന് അറിയപ്പെടുന്നത്. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനെ മറച്ച അവസ്ഥയിലായിരിക്കും. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനെ മറച്ച അവസ്ഥയിലായിരിക്കും. കറുത്തവാവ് അഥവാ അമാവാസി ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവ് മൂലം എല്ലാ അമാവാസി നാളുകളിലും സൂര്യഗ്രഹണം നടക്കുന്നില്ല. അത് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കറുത്തവാവ് അഥവാ അമാവാസി ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. എന്നാൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവ് മൂലം എല്ലാ അമാവാസി നാളുകളിലും സൂര്യഗ്രഹണം നടക്കുന്നില്ല. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ പതിക്കുന്ന ചന്ദ്രന്റെ നിഴൽ മണിക്കൂറിൽ 3200 കിലോമീറ്റർ വേഗതയിൽ ഭൂതലത്തിൽ കൂടി സഞ്ചരിക്കുന്നു. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ പതിക്കുന്ന ചന്ദ്രന്റെ നിഴല് മണിക്കൂറിൽ 3200 കിലോമീറ്റർ എന്ന വേഗതയിൽ ഭൂതലത്തിൽ കൂടി സഞ്ചരിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ബെയ്ലീസ് ബീഡ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരേ നേർരേഖയിൽ നിശ്ചിത അകലത്തിൽ ചന്ദ്രൻ എത്തുമ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. ഈ പ്രതിഭാസമാണ് നമ്മൾ സൂര്യഗ്രഹണം എന്നറിയപ്പെടുന്നത്. അതായത് എർത്തിന്റെയും സണ്ണിന്റെയും ഇടയിൽ മൂൺ വരുന്നു. നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് EMS വരുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നതെന്ന് പഠിക്കുക. EMS വരുമ്പോഴാണ് സൂര്യഗ്രഹണം വരുന്നതെന്ന് അങ്ങ് പഠിക്കുക. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനെ മറച്ച അവസ്ഥയിലായിരിക്കും. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. എന്നാൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവ് മൂലം എല്ലാ അമാവാസി നാളുകളിലും സൂര്യഗ്രഹണം നടക്കുന്നില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ്. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ പതിക്കുന്ന ചന്ദ്രന്റെ നിഴൽ മണിക്കൂറിൽ 3200 കിലോമീറ്റർ വേഗതയിൽ ഭൂതലത്തിൽ കൂടി സഞ്ചരിക്കുന്നു. പഠിക്കുക. സൂര്യഗ്രഹണത്തെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞനാണ് തെയിൽസ്. മറക്കരുത്, ആരാണ്? തെയിൽസ് ആണ് ആദ്യമായിട്ട് സൂര്യഗ്രഹണത്തെ കുറിച്ച് പ്രതിപാദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? തെയിൽസ് എന്നാണ്. ടോട്ടൽ സോളാർ എക്ലിപ്സ് അഥവാ പൂർണ്ണ സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ് അഥവാ വലയ സൂര്യഗ്രഹണം, പാർഷ്യൽ സോളാർ എക്ലിപ്സ് അഥവാ ഭാഗിക സൂര്യഗ്രഹണം എന്നിങ്ങനെ പ്രധാനമായിട്ടും സൂര്യഗ്രഹണത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. മറക്കല്ലേ, ടോട്ടൽ സോളാർ എക്ലിപ്സ് അഥവാ പൂർണ്ണ സൂര്യഗ്രഹണം എന്നും, സോളാർ എക്ലിപ്സ് അഥവാ വലയ സൂര്യഗ്രഹണം എന്നും, പാർഷ്യൽ സോളാർ എക്ലിപ്സ് അഥവാ ഭാഗിക സൂര്യഗ്രഹണം എന്നും ഇങ്ങനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് സൂര്യഗ്രഹണത്തെ നമ്മളെ തരംതിരിച്ചിരിക്കുന്നു. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ദൃശ്യത ഏതാണ്ട് മുഴുവനായും തടസ്സപ്പെടുന്നു. ഈ 2024 നടന്ന സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അല്ലെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് ആയിരുന്നു. അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ദൃശ്യത ഏതാണ്ട് മുഴുവനായിട്ടും തടസ്സപ്പെടും. അതായത് പട്ടാപ്പകല് നമുക്ക് രാത്രി പോലെ ആയി മാറും കേട്ടോ. പൂർണ്ണ സൂര്യഗ്രഹണത്തിന് 7 മിനിറ്റും 40 സെക്കൻഡ് വരെ ദൈർഘ്യം ഉണ്ടായിരിക്കും. പൂർണ്ണ സൂര്യഗ്രഹണത്തിന് 7 മിനിറ്റും 40 സെക്കൻഡ് വരെ ദൈർഘ്യമുണ്ടാകും. എന്നാൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 2.5 മിനിറ്റ് വരെ മാത്രമേ സൂര്യഗ്രഹണം ദൃശ്യമാവുകയുള്ളൂ. അതായത് സൂര്യഗ്രഹണം നമുക്ക് കാണാൻ കഴിയുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2.5 മിനിറ്റ് വരെ മാത്രമേ നമുക്ക് സൂര്യഗ്രഹണം ദൃശ്യമാകാറുള്ളൂ. ഒന്നുകൂടി പറയാം, പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ഏകദേശം 7 മിനിറ്റ് 40 സെക്കൻഡ് ദൈർഘ്യമുണ്ടെങ്കിൽ കൂടി ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്നാണ് ഒരു വ്യക്തി നോക്കുന്നതെങ്കിൽ, എന്താണ് ഈ പൂർണ്ണ സൂര്യഗ്രഹണം നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കാണുന്നതെങ്കിൽ, വെറും 2.5 മിനിറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സൂര്യഗ്രഹണം നമുക്ക് ദൃശ്യമാവുകയുള്ളൂ. പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങളെയാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? പാത്ത് ഓഫ് ടോട്ടാലിറ്റി. പഠിക്കുക. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഏകദേശം 10,000 മൈൽ നീളവും 100 മൈൽ വീതിയുമുള്ള ചന്ദ്രന്റെ നിഴൽ ഭൗമോപരിതലത്തിൽ കൂടി കടന്നു പോകുന്നു. ചന്ദ്രൻ ഭൂമിയിൽ പതിപ്പിക്കുന്ന ഈ നിഴൽപാത അറിയപ്പെടുന്ന പേരാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഏകദേശം 10,000 മൈൽ നീളവും 100 മൈൽ വീതിയുമുള്ള ചന്ദ്രന്റെ നിഴൽ ഭൗമോപരിതലത്തിലേക്ക് കടന്നു പോകുന്നു. ചന്ദ്രൻ ഭൂമിയിൽ പതിപ്പിക്കുന്ന ഈ നിഴൽപാത അറിയപ്പെടുന്ന പേരാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി. മറക്കൂലല്ലോ, എന്താണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഏകദേശം 10,000 മൈൽ നീളവും 100 മൈൽ വീതിയുമുള്ള ചന്ദ്രന്റെ നിഴൽ ഭൗമോപരിതലത്തിലേക്ക് കടന്നു പോകുന്നു. ചന്ദ്രൻ ഭൂമിയിൽ പതിപ്പിക്കുന്ന ഈ നിഴൽപാതയെ അറിയപ്പെടുന്ന പേരാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി. പാത്ത് ഓഫ് ടോട്ടാലിറ്റി ഉള്ളവർക്ക് മാത്രമേ പൂർണ്ണ സൂര്യഗ്രഹണം കാണുവാൻ കഴിയുള്ളൂ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിക്കുക. പാത്ത് ഓഫ് ടോട്ടാലിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ അത് അനുഭവപ്പെടുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമേ പൂർണ്ണ സൂര്യഗ്രഹണം കാണുവാൻ കഴിയുള്ളൂ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന സൗരപാളിയാണ് അല്ലെങ്കിൽ സൂര്യന്റെ പാളി എന്ന് ചോദിച്ചാൽ അത് കൊറോണയാണ്. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന സൗരപാളി എന്ന് ചോദിച്ചാൽ സൂര്യന്റെ കൊറോണയാണ്. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യകിരണങ്ങൾ ചന്ദ്രോപരിതലത്തിലെ നിമ്നോന്നതികളിലൂടെ പുറത്തു വരുമ്പോൾ ദൃശ്യമാകുന്ന മനോഹരമായ കാഴ്ചയെ ഡയമണ്ട് റിംഗ് ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡയമണ്ട് റിംഗ് എഫക്റ്റ് അഥവാ വജ്രമോതിര പ്രഭാവം അല്ലെങ്കിൽ ബെയ്ലീസ് ബീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ മനസ്സിലായല്ലോ ബെയ്ലീസ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? ഒന്നുകൂടി പറയാം.
പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യകിരണങ്ങൾ ചന്ദ്രോപരിതലത്തിലെ നിമ്നോന്നതികളിലൂടെ പുറത്തു വരുമ്പോൾ ദൃശ്യമാകുന്ന മനോഹരമായ കാഴ്ചയാണ് ഡയമണ്ട് റിംഗ് എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവനെ മലയാളത്തിലെ വജ്രമോതിര പ്രഭാവം എന്ന് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അവന് മറ്റൊരു പേരൂടെ ഉണ്ട്, അതാണ് ബെയ്ലീസ് ബീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന സൂര്യഗ്രഹണമാണ് വലയ സൂര്യഗ്രഹണം. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന സൂര്യഗ്രഹണമാണ് വലയ സൂര്യഗ്രഹണം എന്നറിയപ്പെടുന്നത്. വലയ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ മധ്യഭാഗം കറുത്തിരണ്ടതും ചുറ്റും വലയ രൂപത്തിലുള്ള പ്രകാശവും ദൃശ്യമാകുന്ന വിധത്തിലായിരിക്കും. ഒന്നുകൂടി പറയാം, ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന സൂര്യഗ്രഹണമാണ് വലയ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. വലയ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ മധ്യഭാഗം കറുത്തിരണ്ടതും ചുറ്റും വലയ രൂപത്തിലുള്ള പ്രകാശം ദൃശ്യമാകുന്ന വിധത്തിലുമായിരിക്കും. ചന്ദ്രൻ സൂര്യന്റെ ഭാഗികമായി മറയ്ക്കുന്ന അവസ്ഥയിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണമാണ് ഭാഗിക സൂര്യഗ്രഹണം എന്നറിയപ്പെടുന്നത്. ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മറയ്ക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഭാഗിക സൂര്യഗ്രഹണം എന്നറിയപ്പെടുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അന്റാർട്ടിക്കയെ പറ്റി. ദ കോൾഡസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്കയെ പറ്റി നമുക്ക് പഠിക്കാം. അന്റാർട്ടിക്കയെ പറ്റി സുഹൃത്തുക്കളെ, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്കയാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും തണുപ്പ് കൂടിയതും വരണ്ടതുമായ ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്കയാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയിൽ ഏറ്റവും തണുപ്പ് കൂടിയതും അതുപോലെ ഭൂമിയിൽ ഏറ്റവും വരണ്ടതുമായ ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്കയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഭൂമിയിൽ ഏറ്റവും തണുപ്പ് കൂടിയതും ഭൂമിയിൽ ഏറ്റവും വരണ്ടതുമായ ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്കയാണ്. ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. 98% പ്രദേശവും മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്ക വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ്. 98% മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമായി കൂടിയും അന്റാർട്ടിക്ക വലിപ്പത്തിൽ എത്രാം സ്ഥാനത്താ സുഹൃത്തുക്കളെ? 5ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും തണുപ്പ് കൂടിയതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഊഷ്മാവായ -89.2°C രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്റാർട്ടിക്കയിലാണ്. ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക. 98% പ്രദേശവും മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്ക വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ്. പഠിക്കുക. ശരാശരി 2 കിലോമീറ്റർ കനത്തിലാണ് അന്റാർട്ടിക്കയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നത്. ഭൂമിയിലെ മഞ്ഞുപാളികളുടെ 90% അന്റാർട്ടിക്കയിലാണിത്. പഠിക്കുക. ശരാശരി 2 കിലോമീറ്റർ കനത്തിലാണ് അന്റാർട്ടിക്കയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞ് മൂടിയിരിക്കുന്നത്. ഭൂമിയിലെ മഞ്ഞുപാളികളുടെ 90% എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് കാണപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ മഞ്ഞുപാളികളുടെ 90% എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് കാണപ്പെടുന്നത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഈ മഞ്ഞുപാളികളിലാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഈ മഞ്ഞുപാളികളിലാണ്. ഈ മഞ്ഞുപാളികൾ മുഴുവനായി ഉരുക്കിയാൽ സമുദ്ര ജലനിരപ്പ് 60 മീറ്റർ വരെ ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ 90% വരുന്ന മഞ്ഞുപാളികൾ അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 90% വരുന്ന മഞ്ഞുപാളികളെ മുഴുവൻ നമ്മൾ ഉരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമുദ്രത്തിന്റെ ജലനിരപ്പ് 60 മീറ്റർ വരെ ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയിൽ വിവിധ രാജ്യങ്ങളുടെ പരിവേഷണ കേന്ദ്രങ്ങളിലെ ശാസ്ത്രജ്ഞർ മാത്രമാണ് വസിക്കുന്നത്. അതിനാൽ തന്നെ അന്റാർട്ടിക്കയെ ശാസ്ത്രജ്ഞരുടെ ഭൂഖണ്ഡം എന്നും വിളിക്കപ്പെടുന്നു. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയിൽ വിവിധ രാജ്യങ്ങളിലെ പരിവേഷണ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ശാസ്ത്രജ്ഞർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയെ ശാസ്ത്രജ്ഞരുടെ ഭൂഖണ്ഡം എന്ന് വിളിക്കുന്നു. 1983 ജൂലൈ മാസം 21 വോസ്റ്റോക്ക് സ്റ്റേഷനിലാണ് ഏറ്റവും താണ താപനില രേഖപ്പെടുത്തിയത്. അന്റാർട്ടിക്കയിലെ റഷ്യയുടെ പരിവേഷണ കേന്ദ്രമാണ് വോസ്റ്റോക്ക് എന്ന് പറയുന്നത്. വോസ്റ്റോക്ക് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാലോ അത് റഷ്യ ആണെന്നുള്ളത്.
1983 ജൂലൈ മാസം 21 വോസ്റ്റോക്ക് സ്റ്റേഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയത്. അന്റാർട്ടിക്കയിലെ റഷ്യൻ പര്യവേഷണ കേന്ദ്രമാണ് വോസ്റ്റോക്ക് എന്നറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഭൂമിക്കടിയിലായി പോയ വോസ്റ്റോക്ക് തടാകത്തിന് മുകളിലാണ് വോസ്റ്റോക്ക് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഭൂമിക്കടിയിലായി പോയ വോസ്റ്റോക്ക് തടാകത്തിന് മുകളിലാണ് വോസ്റ്റോക്ക് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക. 1820 അന്റാർട്ടിക്ക ഭൂഖണ്ഡം കണ്ടെത്തിയത്. 1820 അന്റാർട്ടിക്ക ഭൂഖണ്ഡം കണ്ടെത്തുന്നത്. അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി എത്തിയ നോർവേക്കാരനായ അമൗണ്ട് സെൻ 1911 ഡിസംബർ 4 ഇത് കണ്ടെത്തുന്നത്. മറക്കരുത്, ഡൗട്ട് ഒന്നും വേണ്ട. 1820 നമ്മൾ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ ഒരു ഭൂഖണ്ഡം കണ്ടെത്തി. 1821 ജോൺ ഡേവിസും ജോൺ മക് പോലെനും അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് എത്തിച്ചേർന്നു. എന്നാൽ അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ദക്ഷിണ ധ്രുവം എന്ന് പറയുമ്പോൾ ആ എൻഡ് ഭാഗത്ത് ആദ്യമായി എത്തിയത് നോർവേക്കാരനായ അമൗണ്ട് സെൻ ആണ്. 1911 ഡിസംബർ 4 ഇദ്ദേഹം അവിടെ എത്തുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 1820 അന്റാർട്ടിക്ക എന്നൊരു ഭൂഖണ്ഡം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. അന്ന് മനുഷ്യന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. 1821 ജോൺ ഡേവിസും അതുപോലെ ജോൺ മക് പോർലേൻ എന്നീ 2 പരിവേഷകര് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ ആദ്യമായി എത്തിച്ചേർന്നു. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് അവരെന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ഇനി അന്റാർട്ടിക്ക മൊത്തമായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി എത്തിയതായിരുന്നു ചോദിച്ചാൽ അത് അമൗണ്ട് സെൻ ആണ്. 1911 ഡിസംബർ മാസം 4 അയാൾ എത്തിയത്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ ആദ്യ പരിവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പരിവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. 1984 ദക്ഷിണ ഗംഗോത്രി ആരംഭിച്ചത്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ. 1984 ദക്ഷിണ ഗംഗോത്രി ആരംഭിച്ചത്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ അന്റാർട്ടിക്കയുടെ ഭാഗമായിട്ടുള്ള ദക്ഷിണ ഗംഗോത്രിയിലായിരുന്നു. 1984 അന്റാർട്ടിക്കയിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. അതായത് വേറൊന്നില്ല, ഈ ദക്ഷിണ ഗംഗോത്രിയിൽ നിന്നുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ദക്ഷിണ ഗംഗോത്രിയിലുള്ളവർക്ക് നമ്മുടെ ഇന്ത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കത്തിടപാടുകൾ കൂടുതലായിട്ട് അവിടെ നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ നമ്മുടെ അന്റാർട്ടിക്കയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നു. ഇതും 1984 ദക്ഷിണ ഗംഗോത്രി പരിവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചത്. 1989 പ്രവർത്തനം ആരംഭിച്ച മൈത്രിയാണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 2ാമത്തെ പരിവേഷണ കേന്ദ്രം. 1989 തന്നെ ആരംഭിച്ച മൈത്രിയാണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 2ാമത്തെ പരിവേഷണ കേന്ദ്രം. ഈ കേന്ദ്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പ്രിയദർശിനി എന്ന് പേരുള്ള തടാകത്തിനെ ഉപയോഗിക്കുന്നു. ഈ കേന്ദ്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പ്രിയദർശിനി എന്ന പേരുള്ള തടാകത്തിൽ നിന്നുമാണ് ജലമെടുത്തിരുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ 100 ഡേയ്സ് LDC ചലഞ്ചിന്റെ ഡേ 1 നമ്മൾ പഠിച്ചത്. ഇങ്ങനെ GKയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒത്തിരി പോയിന്റ്സുകൾ നമ്മൾ പഠിക്കും. അതിലൂടെ നമുക്ക് LDCയിൽ ഒരു റാങ്ക് നേടുവാൻ കഴിയും, ഉറപ്പാണ്. അപ്പൊ സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ പഠിച്ചു തീർത്തതിന് ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവൂ. പ്രത്യേകിച്ച് PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കൂടുതലായിട്ട് പഠിക്കുക. അതിനുശേഷം മറ്റു ടോപ്പിക്കുകളിലേക്ക് പോവുക. ഇത്രയും നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു വീഡിയോ.